ഹായ് ഗായ്സ്, മഴത്തോരും മുൻപേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അവതക്കുട്ടി പുനരൂരിലേക്ക് പോവുകയാണ് കേട്ടോ. അലിനിക്കാണെങ്കിൽ ഭയങ്കര സങ്കടമാണ് കേട്ടോ. ആ വീട്ടിൽ അവളെ ഏറ്റവും കൂടുതൽ അടുപ്പം അവതക്കുട്ടിയോടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് നല്ല സങ്കടം ഉണ്ട്. അവതക്കുട്ടി പോയി കഴിഞ്ഞാൽ താൻ ഒറ്റപ്പെടുമോ എന്നൊക്കെയുള്ളൊരു ചിന്ത അവളെ വരിഞ്ഞു മുറുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ ഒരുപാട് പിടിച്ചു വെക്കാനൊക്കെ നോക്കി. അപ്പോൾ അവതക്കുട്ടി പറയുന്നത്, എനിക്ക് പോയേ പറ്റുമോളെ, എന്നെ റോയിച്ചൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനൊരു ദിവസം ഇവിടെ വന്ന് നിൽക്കാം എന്നും പറഞ്ഞല്ലേ വന്നത്. ഇതിപ്പോൾ എത്ര ദിവസമായി, ഇനി പോയില്ലെങ്കിൽ ശരിയാവില്ല. ഞാൻ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. ഞാൻ പോയില്ലെങ്കിൽ ഒന്നും ശരിയാവില്ല എന്നൊക്കെ പറയാണ് കേട്ടോ. മോള് വിഷമിക്കേണ്ട, വല്യപ്പച്ചൻ വേഗം വരാമെന്ന് പറയുമ്പോൾ അവൾക്കൊരു ആശ്വാസമൊക്കെ ആവുന്നുണ്ട്. പിന്നെ അവതക്കുട്ടിക്ക് ഒരു സമാധാനമുണ്ട്. കാരണം അവതക്കുട്ടി ഉണ്ടാവുന്ന സമയത്തൊന്നും അവൾ സ്റ്റാൻലി ആയിട്ട് അടുക്കാൻ ചാൻസ് വളരെ കുറവാണല്ലോ. അവളെപ്പോഴും അവതക്കുട്ടിയുടെ കൂടെയാണല്ലോ. അതുപോലെ തന്നെ സ്റ്റാൻലിയും തൻ്റെതായ തിരക്കുകളിലേക്ക് മാറിപ്പോവുകയും ചെയ്യും. കൂടുതലൊന്നും അവളെ ശ്രദ്ധിക്കാനോ നോക്കാനോ ഒന്നും സ്റ്റാൻലി മുതിരാറില്ല. കാരണം അവതക്കുട്ടി ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ അവതക്കുട്ടിക്ക് ഒരു സമാധാനമുണ്ട്. ഞാനിവിടുന്ന് പോയി കഴിഞ്ഞാൽ, അതായത് കുറച്ചൊന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ അവർ രണ്ടുപേരും കൂടെ കുറച്ച് അടുത്തോളും, പപ്പയും മകളുള്ളൊരു സ്നേഹബന്ധം കൂടുതൽ ശക്തമാവും എന്നൊക്കെയാണ് അവതക്കുട്ടി ചിന്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോകുമ്പോൾ ഒരു സന്തോഷമുണ്ട്. പിന്നെ അലീനയെ ഇവിടെ വിട്ട് പോകുന്ന വിഷമമുണ്ട്. കാരണം ഇവിടെ എല്ലാവരും അവളോട് ഭയങ്കര ദേഷ്യത്തോടെയാണല്ലോ പെരുമാറുന്നത്. അതായത് വേലക്കാർക്ക് ഒന്നും അവളെ ഇഷ്ടമല്ലല്ലോ. കാരണം അവളൊരുപാട് മാറ്റങ്ങൾ കിച്ചണിൽ വരുത്തി. അവരുടെ ജോലിയിലും എല്ലാം അവൾ നേരത്തെ നീക്കുന്ന കാര്യങ്ങളാണെങ്കിലും എല്ലാത്തിലും മാറ്റങ്ങൾ വരുത്തിയോണ്ട് തന്നെ അവർക്ക് എല്ലാവർക്കും അവളോട് ഭയങ്കര ദേഷ്യമാണ്. അപ്പോൾ ആ ഒരു പേടി അവതക്കുട്ടിക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവതക്കുട്ടി അവളോട് പറയുന്നുണ്ട്, വല്യപ്പച്ചൻ പോവാണ്, നീ നന്നായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ വെറുതെ പപ്പയോട് അടിയൊന്നും ഉണ്ടാക്കരുത്, നല്ല രീതിക്ക് നിന്നാൽ മതി. പപ്പ പറയുമ്പോൾ ഒക്കെ കേട്ട് നിന്നാൽ മതി, വേറൊന്നും പറയാൻ നിൽക്കണ്ട. പിന്നെ ഇവിടെ ഉള്ളവർക്കൊക്കെ നിന്നോട് ഭയങ്കര ദേഷ്യമാണ്. അതുകൊണ്ട് അവർ ചാൻസ് കിട്ടാൻ കാത്തുക്കാവും. അതുകൊണ്ട് മോള് നന്നായിട്ട് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അതുപോലെ സ്റ്റാൻലിയുടെ കാര്യം പിന്നെയും പറയുമ്പോൾ അവൾ പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ ശരിയാക്കും വല്യപ്പച്ച, അതിനൊക്കെയുള്ള സമരമുറകൾ എൻ്റെ കയ്യിലുണ്ട്. അത് കേട്ടപ്പോൾ അവതക്കുട്ടി ചോദിക്കുന്നുണ്ട്, എന്താ നീ ഇവിടെ കുത്തിരിപ്പ് സമരം നടത്താൻ വിചാരിച്ചോ? അത് കേട്ടപ്പോൾ അവൾ ചിരിച്ചിട്ട് പറയുന്നുണ്ട്, അതൊന്നല്ല വല്യപ്പച്ചൻ കണ്ടോ, ഞാൻ മാറ്റിയെടുക്കും എന്നൊക്കെ സന്തോഷത്തോടു കൂടെ പറയാനുണ്ട്. അപ്പോൾ വല്യപ്പച്ചനും സന്തോഷമൊക്കെ ആവുന്നുണ്ട്. അങ്ങനെ പിന്നെ അവതക്കുട്ടി പറയുന്നുണ്ട്, എന്നാൽ ശരി മോളെ, വല്യപ്പച്ചൻ പോയിട്ട് വരാം കേട്ടോ. എന്തായാലും അടുത്ത പ്രാവശ്യം വല്യപ്പച്ചൻ പോകുമ്പോൾ നിന്നെ അങ്ങോട്ട് ഞാൻ കൊണ്ടുപോകും. അപ്പോൾ നിനക്ക് പപ്പയുടെ വീടും നാടും ഒക്കെ കാണാമല്ലോ. അത് കേൾക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, വല്യപ്പച്ചൻ ഞാൻ ഇവിടെ ഒന്ന് ആദ്യം വേര് ഉറപ്പിക്കട്ടെ, എന്നിട്ട് നമുക്ക് അങ്ങോട്ടൊക്കെ പോവാം എന്ന് പറയാണ്. അങ്ങനെ പോകാൻ നേരം അവതക്കുട്ടിക്ക് ഭയങ്കര സങ്കടം ഉണ്ട് കേട്ടോ. അവളെ പിരിയുന്നതിൽ അവൾക്കും നല്ല വിഷമമുണ്ട്. അങ്ങനെ വല്യപ്പച്ചൻ അവളുടെ മുഖമൊക്കെ ഒന്ന് തട്ടിയിട്ട് പറയുന്നുണ്ട്, വല്യപ്പച്ചൻ വേഗം വരാട്ടോ എന്നും പറഞ്ഞ് ആണ് പോകുന്നത്. അങ്ങനെ വല്യപ്പച്ചൻ പോയി മറന്നതും അവൾക്ക് നല്ല വിഷമമാവുന്നുണ്ട്. ബാക്കിലാണെങ്കിൽ ആൻ്റപ്പനും നിൽക്കുന്നുണ്ട് കേട്ടോ. ആൻ്റപ്പനി അവതക്കുട്ടി പോകുന്നത് കാണാനായിട്ട് വന്നതാണ്. ഗേറ്റ് തുറക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വന്നതാണ്. അങ്ങനെ അവതക്കുട്ടി പോയതും ആൻ്റപ്പന് ഭയങ്കര സന്തോഷമാണ്. കാരണം അവതക്കുട്ടിയുടെ ഒരു ബലത്തിലാണ് അവൾ ഇത്രയും കാലം തങ്ങളോട് ഫൈറ്റ് ചെയ്തതെന്നാണ് ആൻ്റപ്പൻ വിചാരിച്ചത്. അത് വെറും തെറ്റിദ്ധാരണയാണല്ലോ. അലീനയ്ക്ക് ആരുടെ ബലം ഒന്നും വേണ്ട, അവൾ അത്രയ്ക്കും എന്താ പറയുക സ്ട്രോങ് ആയൊരു കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അവർ വിചാരിക്കുന്നത് പൊട്ടത്തരാണ്. എങ്കിൽ പോലും ആൻ്റപ്പൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇനിയിപ്പം അവൾ തങ്ങളുടെ മേൽ തട്ടിക്കയറാനൊന്നും വരില്ലല്ലോ, ആ ഒരു ധൈര്യം അവർക്കുണ്ട്. മാത്രമല്ല അവളുടെ അഹങ്കാരം തീർക്കാനുള്ള വഴികളും നോക്കുന്നുണ്ട് കേട്ടോ ആൻ്റപ്പന്. പൗലോസൊക്കെ അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാവും പൗലോസിനൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അവരെന്തായാലും അലീനയ്ക്ക് പണി കൊടുക്കാനായിട്ട് തുനിഞ്ഞിറങ്ങുന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. അങ്ങനെ അലീന ഈ ഒരു സങ്കടത്തോടു കൂടെ റൂമിലേക്ക് പോയിരിക്കുകയാണ് കേട്ടോ. അവൾക്ക് ഭയങ്കര വിഷമം. കാരണം ആ വീട്ടിൽ അവൾ ഇത്രയും വലിയൊരു വീട്ടിൽ ഒറ്റപ്പെട്ട മാതിരി അവൾക്ക് ഫീൽ ചെയ്യാണ് വല്യപ്പച്ചൻ പോയപ്പം. ഇത്രയും ദിവസം സമയം പോയതേ അറിഞ്ഞില്ല. കാരണം വല്യപ്പച്ചൻ്റെ ഓരോ തമാശകളും വല്യപ്പച്ചൻ്റെ കെയറിങ്ങും സ്നേഹവും ഒക്കെ അവളെ ഒരു കുട്ടിക്കാലത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ വല്യപ്പച്ചൻ പോയപ്പം അവൾ എവിടെയോ ഏതോ ഒരു കാട്ടിൽ ഒറ്റയ്ക്ക് അകപ്പെട്ടൊരു കുഞ്ഞു കുട്ടിയെ പോലെ അവളിങ്ങനെ തനിച്ച് നിൽക്കുകയാണ്. കണ്ണെന്ന് കണ്ണീരൊക്കെ ഒഴുകുന്നുണ്ട്. ഭയങ്കര വിഷമമാവുന്നുണ്ട്. അങ്ങനെ ഈ ഒരു വിഷമം മാറ്റാനായിട്ട് അവൾ ബാലചന്ദ്രനെ വിളിക്കാനായിട്ട് വിചാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവൾ കോൾ എടുക്കുന്നുണ്ട്. എന്നിട്ട് ബാലചന്ദ്രനെ കോൾ ചെയ്യാണ്. ബാലചന്ദ്രനാണെങ്കിൽ വർക്കൊക്കെ കഴിഞ്ഞ് കടയിൽ നിന്ന് വീട്ടിലേക്ക് വന്നിട്ട് റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് അവൾ വിളിക്കുന്നത്. അങ്ങനെ അവളുടെ കോൾ കണ്ടതും ആ ഒരു അത്രയുള്ള ക്ഷീണമെല്ലാം മറന്ന് സന്തോഷത്തോടു കൂടെ ആ ഫോൺ അറ്റൻഡ് ചെയ്യാണ്. എന്നിട്ട് എടുത്ത പാടെ ചോദിക്കുന്നുണ്ട്, മോൾക്ക് സുഖമല്ലേ എന്ന്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ആ എനിക്ക് സുഖമാണ്, അച്ഛൻ കടയിൽ നിന്ന് വന്നോ, എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചോ? അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ആ മോളെ ഞാൻ ഫുഡൊക്കെ കഴിച്ചു, നിന്റെ വിശേഷം എന്താ? എന്നിട്ടും അവൾ തൻ്റെ വിശേഷങ്ങളൊന്നും പറയുന്നില്ല കേട്ടോ. ബാലചന്ദ്രനെ പറ്റി അറിയാനാണ് അവൾക്ക് തിടുക്കം. എന്നിട്ട് അവൾ വീണ്ടും ചോദിക്കുന്നുണ്ട്, മരുന്നൊക്കെ കറക്റ്റ് കഴിക്കാറില്ലേ, ആഹാരമൊക്കെ കഴിച്ചായിരുന്നോ? അത് കേൾക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ആ മോളെ ഞാൻ എല്ലാം കറക്റ്റ് കഴിക്കാറുണ്ട്, നീ നിന്റെ വിശേഷം പറ, എന്താ അവിടുത്തെ വിശേഷം? അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഇവിടെ കുഴപ്പമൊന്നുമില്ല അച്ഛാ, പക്ഷെ ഞാനൊരു വിഷമത്തിലാണ്. കാരണം വല്യപ്പച്ചൻ ഇവിടുന്ന് പോയി, അതാണ് എനിക്കിപ്പോൾ വലിയൊരു വിഷമം. അത് കേട്ടപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അതാരാ വല്യപ്പച്ചൻ? അതോ അത് ഇവിടുത്തെ പപ്പയുടെ അച്ഛനാണ്, അപ്പച്ചനാണെന്ന് പറയാനാണ് കേട്ടോ. ഓ, അപ്പോൾ നീ വല്യപ്പച്ചനെയൊക്കെ കയ്യിലെടുത്തു? അത് കേട്ടപ്പോൾ അവൾ ചിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ആ ഞാൻ കയ്യിലെടുത്തു. അത് എന്തെന്ന് വെച്ചാൽ വല്യപ്പച്ചൻ എന്നെ ഇവിടുന്ന് എടുത്ത് കളയാൻ വേണ്ടി വന്നതായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പം ആളുടെ പ്ലാൻ മൊത്തം മാറി. കാരണം വല്യപ്പച്ചൻ്റെ ഭാര്യ ചിന്നമ്മ, അതായത് പപ്പയുടെ അമ്മ, അവരെന്നെ പോലെ തന്നെ ഇരിക്കുന്നത്. അതുകൊണ്ട് എന്നോട് വലിയ സ്നേഹമായി. ഇവിടെ വന്ന് എന്നെ എടുത്ത് കളയാൻ നിന്ന ആൾ തന്നെ എന്നെ സ്നേഹിക്കാൻ തുടങ്ങി. ഇപ്പോൾ എന്തൊരു സ്നേഹമെന്ന് അറിയാവോ? എനിക്കിവിടെ ഏറ്റവും കൂട്ട് വല്യപ്പച്ചനാണ്. ഞാൻ വല്യപ്പച്ചനായിട്ട് ഭയങ്കര കൂട്ടായിരുന്നു. അപ്പോൾ പോയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. അത് കേട്ടപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ നീ കേണലായിട്ട് വലിയ കൂട്ടൊന്നുമില്ലേ? അപ്പോൾ അവൾ പറയുന്നുണ്ട്,
ഓ എവിടുന്ന് കൂട്ടൊന്നുമില്ല, എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഓർഡർ തന്നുകൊണ്ടിരിക്കും, എല്ലാവരും അതനുസരിക്കണം, അങ്ങനെ ഒരു ചിട്ടവട്ടങ്ങളാണ്. അല്ലാതെ വലിയ കൂട്ടൊന്നുമില്ല. ഞാൻ വല്യപ്പച്ചനുമായിട്ടാണ് കൂട്ട്. മാത്രമല്ല ഭയങ്കര കുടിയാന്നേ. അത് കേൾക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് നന്നായിട്ട് മദ്യപിക്കുമോ? അപ്പോൾ അവൾ പറയുന്നുണ്ട് പിന്നല്ലാതെ നന്നായിട്ട് മദ്യപിക്കും, ഇടയ്ക്ക് ഞാൻ പറയാറൊക്കെ ഉണ്ട്, പക്ഷേ ആരും മൈൻഡ് ചെയ്യാനാ, ആര് പറഞ്ഞാലും കേൾക്കത്തുമില്ല. വല്യപ്പച്ചന് നല്ല കുടിയായിരുന്നു, പക്ഷെ ഞാൻ പറഞ്ഞ് വല്യപ്പച്ചൻ ഇപ്പോൾ കുടിക്കാറൊന്നുമില്ല. ഇപ്പോൾ പപ്പയുടെ കൂടെ ഇരുന്ന് കുടിക്കാറ് കാണാറേ ഇല്ല. വല്യപ്പച്ചൻ എന്നെ വലിയ ഇഷ്ടം, അതുകൊണ്ട് വല്യപ്പച്ചനെ ഞാൻ മാറ്റിയെടുത്തു എന്ന് പറഞ്ഞ് അവൾ ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രന് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ പിന്നെയും സ്റ്റാലിനിയുടെ കാര്യം തന്നെയാണ് ചോദിക്കുന്നത്. അതല്ല നന്നായിട്ട് കുടിക്കില്ലേ, ആര് പറഞ്ഞാലും കേൾക്കില്ല എന്ന് പറഞ്ഞാൽ നീ പറഞ്ഞാൽ പോലും കേൾക്കില്ലേ? അപ്പോൾ അവൾ പറയുന്നുണ്ട് ഇല്ല അച്ഛാ, ഞാൻ പറഞ്ഞാൽ പോലും കേൾക്കില്ല, ഞാൻ ഒരുപാട് തവണ പറഞ്ഞു നോക്കി. മാത്രമല്ല കേണലിൻ്റെതായ കുറച്ച് രീതികളുണ്ട്. കേണൽ അതിലൂടെ മാത്രമേ പോകൂ. നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും അനുസരിക്കത്തേ ഇല്ല. അപ്പോൾ ബാലചന്ദ്രൻ കുറച്ച് സീരിയസ് ആവാൻ കേട്ടോ. എന്നിട്ട് അവളോട് പറയുന്നുണ്ട് അങ്ങനെ വെറുതെ വിട്ടാലൊന്നും പറ്റില്ല, നീ ഇപ്പം തന്നെ കേണലിനെ മുറുക്കെ പിടിച്ചോ, അല്ലെങ്കിൽ ശ്വാസകോശവും കരളും എല്ലാം അടിച്ചു പോകും പെട്ടെന്ന് തന്നെ. പിന്നെ കേണൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിന്നെ അവിടെ ഇറക്കി വിടാൻ ഒരുപാട് ആൾക്കാർ പുറത്ത് വെയിറ്റിംഗ് ആണ്, അത് നീ ഓർത്തോണം. നിന്നെക്കൊണ്ടല്ലാതെ വേറെ ആർക്കാടി മാറ്റിയെടുക്കാൻ പറ്റുക? നീ വിചാരിച്ച കേണലിനെ വരുതിയിലാക്കാൻ പറ്റും, എനിക്ക് ഉറപ്പാ. നീ എന്തായാലും മാറ്റിയെടുക്കാൻ നോക്ക്, അല്ലെങ്കിൽ എന്തായാലും പണിയാവും. എന്തായാലും കേണലിനെ കൂടി നിർത്തിയേ പറ്റൂ. കേണൽ ഇപ്പം ഇരിക്കുന്ന പോലെ എന്നും ഇരിക്കണം, അല്ലെങ്കിൽ നിന്റെ കാര്യം വളരെയധികം കഷ്ടത്തിലാവും. ഞാൻ പറഞ്ഞല്ലോ നിന്നെ പുറത്താക്കാൻ ഒരുപാട് ആൾക്കാർ പുറത്തുണ്ട്, അവൻ്റെ ഫാമിലി ആണെങ്കിലും എല്ലാവരും. അപ്പം വെറുതെ നീ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട, നീ ഇപ്പം തന്നെ അവനെ പറഞ്ഞ് മനസ്സിലാക്കി ആ കൂടി നിർത്തിക്കാൻ നോക്ക് എന്നൊക്കെ നന്നായിട്ട് ഉപദേശിച്ച് കൊടുക്കുകയാണ് കേട്ടോ മകളെ. അപ്പം അവളും ഒന്ന് സീരിയസ് ആവുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുമ്പോൾ അവൾക്ക് വിഷമം ആവുന്നുണ്ട് കേട്ടോ. അതൊക്കെ മാറ്റിയെടുക്കണമല്ലോ. പിന്നെ അതുമല്ല അച്ഛൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ശരിയാണ്, പപ്പയുടെ അടുത്ത് മാത്രമേ തനിക്ക് ഇത്ര സുരക്ഷിതമായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ, ബാക്കിയുള്ളവർക്കൊന്നും താൻ ആരുമല്ല, അവരെന്തായാലും വന്ന് പ്രശ്നം ഉണ്ടാക്കും. അപ്പം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് എവിടേക്ക് പോകും എന്നൊക്കെ അവളും കൂടുതലായിട്ട് ചിന്തിച്ചിട്ട് വിഷമിക്കുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് അതല്ല മോളെ, നിനക്ക് അവിടെ സൗകര്യത്തിന് കുറവൊന്നുമില്ലല്ലോ, എല്ലാം ഇല്ലേ? അപ്പോൾ അവൾ പറയുന്നുണ്ട് ഒരു കുറവില്ല അച്ഛാ, സൗകര്യം കൂടുതലായിട്ടെങ്കിലേ ഉള്ളൂ, എനിക്കൊരു പണിയും ചെയ്യേണ്ട, വെറുതെ ഇങ്ങനെ അകത്തിരുന്നാൽ മാത്രം മതി. പക്ഷേ കേണൽ പറയുന്ന എല്ലാം അനുസരിക്കണം, അതാണ് വലിയ പ്രശ്നം. കേണൽ പറയുന്ന ചിട്ടവട്ടങ്ങളിലൂടെ മാത്രമേ നമുക്ക് സഞ്ചരിക്കാൻ പറ്റൂ. അതൊന്ന് വ്യതിചലിച്ചു കഴിഞ്ഞാൽ കേണൽ നമ്മളോട് നന്നായിട്ട് ദേഷ്യപ്പെടും, അതാണ് ഒരു പ്രശ്നം. അപ്പോൾ ബാലചന്ദ്രൻ ഒന്ന് പുഞ്ചിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നത് അതൊക്കെ മോള് ശ്രമിച്ചാൽ മാറ്റിയെടുക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ, അതിനൊന്നും നീ ഇത്ര വലുതായിട്ട് വിഷമിക്കൊന്നും വേണ്ട, നിനക്ക് എന്തായാലും പറ്റും, നീ എത്ര ആൾക്കാരെ മാറ്റിയെടുത്തു, അതിനുള്ള ഉദാഹരണങ്ങൾ ഇവിടെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞങ്ങനെ പുഞ്ചിരിക്കുമ്പോൾ അവളുടെ മുഖത്തൊരു പുഞ്ചിരി വിടരുകയാണ്. അങ്ങനെ ഫോണൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ബാലചന്ദ്രൻ ആകെ വിഷമത്തിലാണ് കേട്ടോ. എന്നിട്ട് തല ഒഴിഞ്ഞ് നെറ്റൊഴിഞ്ഞൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് ഒരുപാട് വിഷമം മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. കാരണം അലീന തന്നിൽ നിന്ന് ഒരുപാട് അകന്നു പോയോ, അവളിപ്പോൾ തൻ്റെ അടുത്തില്ലല്ലോ, ആ ഒരു വിഷമം. അതുപോലെ തന്നെ വൈജയുടെ പ്രശ്നങ്ങളെല്ലാം കൂടെ അങ്ങനെ തല അങ്ങനെ പുകഞ്ഞുകൊണ്ടിരുന്ന് സങ്കടത്തോടെ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അലീനയും അതുപോലെ തന്നെ ഫോൺ വെച്ചതും സങ്കടത്തോടെ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ശരിയാണ് അച്ഛൻ പറഞ്ഞത്, പപ്പ ഇല്ലാതായി കഴിഞ്ഞാൽ താൻ ഒറ്റപ്പെടും, എന്തായാലും ഉറപ്പാണ്. ഇവിടെ ആർക്കും താൻ ആരുമല്ല, അവർ വന്ന് എന്നെ ഇവിടുന്ന് തൂക്കിയെടുത്ത് എറിയും, അതെന്തായാലും സംഭവിക്കാൻ പോകും. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ എന്തായാലും ശ്രദ്ധിച്ചേ പറ്റൂ, പപ്പയുടെ കുടി എന്തായാലും മാറ്റിയെടുക്കണം എന്നവൾ മനസ്സിലാലോചിക്കുകയാണ്. അച്ഛൻ പറഞ്ഞത് ശരിയാണ്, പപ്പ പോയി കഴിഞ്ഞാൽ തനിക്ക് ആരും ഉണ്ടാവില്ല, പപ്പയുടെ ഈ ഒരു കുടി വളരെയധികം ആരോഗ്യത്തിനെ ബാധിക്കും, അതെന്തായാലും ഉറപ്പാണ്. അധിക കാലമൊന്നും ആരോഗ്യത്തോടു കൂടെ പപ്പ ഇരിക്കില്ല. അപ്പം ഇതെന്തായാലും എൻ്റെ കടമയാണ്, എന്നതിലുപരി എനിക്കിത് ചെയ്തേ പറ്റൂ എന്നൊക്കെ അവളിങ്ങനെ മനസ്സിനെ പറഞ്ഞ് ഇങ്ങനെ പഠിപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവളൊരു തീരുമാനത്തിലെത്തുന്നുമുണ്ട്. പിന്നീട് കാണിക്കുന്നത് സ്റ്റാലിനിയാണ്. സ്റ്റാലിനി ആണെങ്കിൽ ഭക്ഷണം കഴിക്കാനായിട്ട് ഡൈനിങ് ടേബിളിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പൗലോസൊക്കെ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നുണ്ട്, ആൻ്റപ്പൻ ഇവിടെ സൈഡിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അലിനെ നോക്കിയപ്പോൾ കാണുന്നില്ല. അപ്പോൾ ചോദിക്കുന്നുണ്ട് അല്ല അലിന ഇവിടെ പോയി, അവൾ കഴിക്കാൻ വന്നില്ലല്ലോ, നിങ്ങൾ അവളെ വിളിച്ചില്ലേ? അത് കേട്ടപ്പോൾ ആൻ്റപ്പൻ പറയുന്നുണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അവൾക്ക് കഴിക്കാൻ വേണ്ടെന്നാണ് പറഞ്ഞത്. അത് കേട്ടപ്പോൾ സ്റ്റാലിനി ചോദിക്കുന്നുണ്ട് അതെന്താ വേണ്ടാത്തെ? അറിയില്ല, ഇനി അവൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോയെന്ന് സ്റ്റാലിനി വേവലാതിയോട് കൂടെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആൻ്റപ്പനും പൗലോസിനൊന്നും ഇത് വലിയ താല്പര്യമില്ലല്ലോ, ഈ സ്റ്റാലിനി അവളുടെ കാര്യത്തിൽ ഇത്രയും അങ്ങനെ എന്താ പറയുക താല്പര്യത്തോടു കൂടെ പറയുമ്പോൾ അവളിവിടെ പിടിച്ച് നിർത്തുമല്ലോ, അതുകൊണ്ട് അവർക്ക് താല്പര്യമില്ല ഇത് കേൾക്കാൻ. അപ്പോൾ അവരൊരു ഇഷ്ടമില്ലാത്തോടു കൂടെ പറയുന്നുണ്ട് അറിയില്ല, അസുഖമുള്ളതായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. അങ്ങനെ പിന്നെ സ്റ്റാലിനി അവിടെ നിന്ന് എണീറ്റിട്ട് അവളെ തിരഞ്ഞ് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾ സിറ്റ് ഔട്ടിൽ ഇരിക്കുന്നുണ്ട്. അവിടെയാണെങ്കിൽ അവൾ വാടിക്കുഴഞ്ഞിങ്ങനെ ഒരു സൈഡിൽ ഇരിക്കുകയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ സ്റ്റാലിനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. എന്നിട്ട് അവളെ വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾ ഇങ്ങനെ നോക്കുകയാണ്. അപ്പം ചോദിക്കുന്നുണ്ട് എന്തേ നിനക്ക് വൈകി, നീ എന്താ ഭക്ഷണം കഴിക്കാത്തെ? അപ്പോൾ അവൾ പറയുന്നുണ്ട് എനിക്ക് വേണ്ട. അതെന്താ വേണ്ടാത്ത, നിനക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളില്ലാഞ്ഞിട്ടാണോ? അത് കേൾക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് അതുകൊണ്ടൊന്നുമല്ല, എനിക്ക് വിശപ്പില്ല അതുകൊണ്ടാണ്. നിനക്ക് എന്തെങ്കിലും വയ്യായി ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവൾ അതിനൊന്നും ഇല്ലാന്നാണ് കേട്ടോ മറുപടി കൊടുക്കുന്നത്. സ്റ്റാൻലി ആണെങ്കിൽ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ട് സ്റ്റാൻലി വീണ്ടും ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ പറ്റി, നീ എന്താ കഴിക്കാത്ത, അതിനുള്ള ഉത്തരം പറ. അപ്പോൾ അവളൊന്നും മിണ്ടുന്നില്ല കേട്ടോ. നീ പറ എന്തോ പറ്റി, എന്താ നിന്റെ പ്രശ്നം, നിനക്ക് എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ അവൾ വീണ്ടും ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ സ്റ്റാൻലി വീണ്ടും ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് പപ്പയുടെ കൂടി ഒന്ന് നിർത്തണം, പപ്പ എന്തുമാത്രമാണ് ഈ മദ്യപിക്കുന്നത്, അതുകൊണ്ട് പപ്പയ്ക്ക് എന്തുമാത്രം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് അറിയോ, പപ്പയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ആരാ, ഞാൻ ഒറ്റയ്ക്കായി പോയില്ലേ എന്ന് അവൾ സങ്കടത്തോടെ പറയുമ്പോൾ സ്റ്റാൻലിയുടെ നെഞ്ചൊന്ന് നീറുന്നുണ്ട് കേട്ടോ. പക്ഷേ സ്റ്റാൻലി ആ ഒരു സന്ദർഭത്തിനെ സാധൂകരിച്ചിട്ട് പറയുന്നുണ്ട് നീ ഇപ്പം ഇതാണോ ആലോചിക്കുന്നത്, അതും ഭക്ഷണമായിട്ട് എന്താ ബന്ധം, നീ ഭക്ഷണം കഴിക്കാൻ നോക്ക്. അപ്പോൾ അവൾ പറയുന്നുണ്ട്
പപ്പ കുടി നിർത്തിയാൽ മാത്രമേ ഞാൻ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കുകയുള്ളൂ. അത് കേൾക്കുമ്പോൾ സ്റ്റാൻലിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റാൻലി അവളോട് പറയുന്നുണ്ട്, ഞാൻ ഇതുവരെ ആരുടെ വാശിക്ക് നിന്നിട്ടില്ല, അതുകൊണ്ട് ഇനി ഞാൻ നിൽക്കാൻ പോകുന്നില്ല. നീ മര്യാദയ്ക്ക് ഫുഡ് കഴിക്കാൻ നോക്ക്, നീ എന്നോട് വെറുതെ വാശി പിടിക്കാൻ നിൽക്കണ്ട. നീ ഇങ്ങനെ വാശി പിടിച്ചെന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ ശീലം മാറ്റാനും പോകുന്നില്ല. അത് കേട്ടപ്പോൾ അവൾ പറയുന്നുണ്ട്, എനിക്ക് ആരോട് വാശിയൊന്നുമില്ല, ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല, അത്ര തന്നെ. അവളത് പറഞ്ഞതും സ്റ്റാൻലി ആകെ ടെൻഷനോട് കൂടെ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എന്ത് ചെയ്യും, ഇതുവരെ ആരുടെ വാശിക്ക് മുന്നിലും അടിയറവ് പറഞ്ഞിട്ടില്ല. പിന്നെ ഇവിടെ ഭക്ഷണം കഴിക്കഴിഞ്ഞാൽ അതും ശരിയാവില്ലല്ലോ. പിന്നെ തൻ്റെ മദ്യം, അത് ഞാൻ ആർക്ക് വേണ്ടി ഒഴിവാക്കില്ല. ഇങ്ങനെയുള്ള ചിന്തകൾ ഇങ്ങനെ സ്റ്റാൻലിയുടെ തലയിൽ കൂടെ അങ്ങനെ പാഞ്ഞു പോവാണ് കേട്ടോ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം പപ്പയെ മോള് മാറ്റിയെടുക്കോ എന്നുള്ളത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. ഓക്കെ ബൈ, താങ്ക്